ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും സിറിയയെ ഒഴിവാക്കിയതായി പ്രഖ്യാപിച്ച കാനഡ ഹയാത്ത് തഹ്രീർ അൽ ഷമാമിനെ ഭീകരപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായും കനേഡിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിറിയയെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായും പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പുറത്താക്കിയ വിമത സഖ്യത്തിന് നേതൃത്വം നൽകിയ ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ ഭീകരപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായും കനേഡിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബഷർ അൽ അസദിന്റെ പതനത്തിനു ശേഷം സിറിയയിലെ പുതിയ ഭരണാധികാരികൾ സ്വീകരിച്ച അനുകൂല നടപടികളെ സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു നടപടി. വിപുലമായ അവലോകനത്തിന് ശേഷം കാനഡ ഗവൺമെന്റ് സ്റ്റേറ്റ് ഇമ്മ്യൂണിറ്റി ആക്ട് പ്രകാരം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന വിദേശ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് സിറിയയെ നീക്കം ചെയ്തു. അതുപോലെ തന്നെ കനേഡിയൻ ക്രിമിനൽ കോഡിന് കീഴിലുള്ള തീവ്രവാദ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നിന്ന് ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ നീക്കം ചെയ്തു എന്നുമായിരുന്നു പ്രസ്താവന. ഈ തീരുമാനങ്ങൾ നിസ്സാരമായി എടുത്തതല്ലെന്നും കാനഡയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യുകെയും അമേരിക്കയും ഉൾപ്പെടെയുള്ള നമ്മുടെ സഖ്യകക്ഷികൾ അടുത്തിടെ എടുത്ത തീരുമാനങ്ങൾക്ക് അനുസൃതമായിരുന്നു ഈ നടപടികൾ. കൂടാതെ സിറിയൻ പൗരന്മാർക്ക് സമഗ്രവും സുരക്ഷിതവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനും പ്രാദേശിക സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിനും ഭീകരതയെ ചെറുക്കുന്നതിനും ആഗോള പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുമുള്ള സിറിയൻ പരിവർത്തന ഗവൺമെന്റിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നതായും കനേഡിയൻ സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. ജനാധിപത്യ അനുകൂല പ്രതിഷേധങ്ങളെ അസദ് അടിച്ചമർത്തുന്നത് രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ 2012 കാനഡ സിറിയയെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമായി പട്ടികപ്പെടുത്തുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.